നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഈ പ്രേക്ഷകർ പതിവായിട്ടാണ് ആൺകുട്ടിയാണോ? ഒരു താരം തന്നെയാണ്. പെൺകുട്ടിയാണോ കുട്ടിയാണോ? ആൺകുട്ടിയാണ്. ഓക്കെ. ഈ മുടിയൊക്കെ എങ്ങനെ വളർത്തിയിരിക്കുന്നത്? ആക്ടിംഗ് ഉണ്ട്. ഒന്ന് പറഞ്ഞു, സ്വന്തമായിട്ടൊന്ന് പറഞ്ഞേ. വെബ് സീരീസുകളിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ദേവനാരായണൻ. അതിനു വേണ്ടിട്ട് വളർത്തിയതാണ്. പിന്നെ വെട്ടിയില്ല. ആണല്ലേ? ഏതൊക്കെയാണ് ഇപ്പൊ ചെയ്ത വെബ് സീരീസ് ഒക്കെ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. വെബ് സീരീസ് ഇലിമ്പിക്ക എന്ന ഒരു വെബ് സീരീസ്, അതുപോലെ ഷോർട്ട് ഫിലിം ഐ എം യുവർ ഷാഡോ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഞാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ സീസൺ 3 സെക്കൻഡ് റണ്ണറപ്പാണ്. ആണല്ലേ? അപ്പം എല്ലാവർക്കും പ്രേക്ഷകർക്കൊക്കെ നല്ല പരിചിതമായ, സംഗീതം ഇഷ്ടപ്പെടുന്നവരൊക്കെ അല്ലെങ്കിൽ റിയാലിറ്റി ഷോ കൂടുതൽ കാണുന്നവരൊക്കെ അറിയാവുന്ന ഒരു മുഖമാണ്, ഒരു വ്യക്തിത്വം അല്ലേ? ഓക്കെ. ദേവനാർ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ബോയ്സ്. ആണോ? നമുക്കൊരു പാട്ട് പാടിയല്ലേ? ഇന്ന് ഏത് പാട്ടാ വേദിയിൽ പാടിയത്? ഞാൻ ഉന്നായി പാടി എന്ന പാട്ട്. ഉന്നായി പാടിയ നളചരിതത്തിൽ കണ്ണീരിൽ ഞാൻ വീണലിയുന്നു. ഉന്നായി പാടിയ നളചരിതത്തിൽ കണ്ണീരിൽ ഞാൻ വീണലിയുന്നു. ഉന്നായി പാടിയ നളചരിതത്തിൽ കണ്ണീരിൽ ഞാൻ വീണലിയും. എന്തായാലും ഞാൻ മാർക്കിടാനൊന്നും നിൽക്കുന്നില്ല. കാരണം സംഗീതജ്ഞരൊക്കെ മാർക്കിട്ട് ഉന്നതിയിൽ എത്തിച്ച ആളാണ്. ഇപ്പോൾ നല്ല പെർഫോമൻസ്, അതിനും സമ്മാനം കിട്ടിയ ആളാണ്. ഓക്കെ, അതുകൊണ്ട് രണ്ടുപേരും, അഭിരാം, ദേവനാരായണൻ, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഭാവിയിൽ എല്ലാ ആശംസകളും നേരുകയാണ്. നിങ്ങൾ മികച്ച രീതിയിൽ സംഗീതത്തിൽ മുന്നേറട്ടെ എന്ന് ആശംസിക്കണം. എന്തായാലും കേരള വിഷ ഒരു ട്രോഫി കൂടി തന്നേക്കാം. ഓക്കെ, കൈയടിച്ചു, എല്ലാവരും കൈയടിച്ചു. ഓക്കെ, വളരെ നന്ദി ദേവനാരായണൻ, ഒപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന്. ഓക്കെ, താങ്ക് യു.